കുഞ്ഞോളെ, അപ്പോ അടുക്കളക്കാരിക്ക് അഡ്മിഷൻ അറിയായല്ലേ? ആ കോളേജിലെ പ്രിൻസിപ്പളായിരിക്കും ഇപ്പൊ കുഞ്ഞോളെ വിളിച്ചത്. അതെ, അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന്. ഈശ്വര, ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാകുന്നേ? കുഞ്ഞോളെ, അവൾക്കെന്തോ കൂടോത്രം അറിയാം. ആ കൂടോത്രം വച്ചിട്ടാണ് പ്രിൻസിപ്പാളെ വരുതിയിലാക്കിയത്. സൂക്ഷിക്കണം. കുഞ്ഞോളെ, അവൾ അഡ്മിഷന് പോകുന്ന സമയത്തെ അവളുടെ കയ്യിൽ ഭസ്മോ കോഴിമുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഏതോ ഉഗ്രമൂർത്തിയെ അവൾ ആവാഹിച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അഡ്മിഷൻ അവൾ ഇത്രയും വേഗം തിരിച്ചു പിടിക്കില്ലായിരുന്നു. ആ ഉഗ്രമൂർത്തി ഒന്നുകിൽ ഇടപ്പന തള്ളച്ചി, അല്ലെങ്കിൽ രക്തചാമുണ്ടി. ആ ഉഗ്രമൂർത്തി ഇടപ്പന തള്ളച്ചിയും രക്തരക്ഷസും ഒന്നും അല്ല. പിന്നെ അപ്പൂപ്പങ്കാവിലെ കാർത്തേനെയാണോ? ജയരാമൻ. അതെ, ജയരാമൻ എന്ന ഉഗ്രമൂർത്തിയാ ചിന്നുവിന് LLBക്ക് അഡ്മിഷൻ ശരിയാക്കിയത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടിലിരിക്കുന്ന ജയരാമൻ പ്രിൻസിപ്പളെ വിളിച്ച് അഡ്മിഷൻ എടുക്കാനോ? അതെ, തമിഴിലൊരു ചൊല്ലുണ്ട്, ആളിരുന്നും വരും വെന നടന്നും വരും. ആളൊരിടത്തിരുന്നാ മതി, അയാള് വിന ഇടയ്ക്കൊണ്ടിരുന്നോളൂ. അതുപോലെയാ അളിയന്റെ കാര്യം. ദാ വരുന്നുണ്ട് അതിന്റെ ശില്പന്ത പുത്രൻ. മഹി, ചന്ദ്രലേഖ എവിടെ? അത് പിന്നെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ചന്ദ്രലേഖ എവിടെയെന്ന്. ചന്ദ്രമ്മ ചിന്നുവിന്റെ കൂടെ കോളേജിൽ പോയിരിക്കോ? ഓഹോ, ചിന്നുവിന്റെ ഗാർഡിയനായി കോളേജിൽ പോയത് ചന്ദ്രലേഖ ആയിരുന്നല്ലേ? ചുമ്മാതല്ല, നിന്റെ അച്ഛൻ കൂടി ഇടപെട്ട് ചിന്നുവിന്റെ അഡ്മിഷൻ റെഡിയാക്കി കൊടുത്തത്. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കല്ലേ? അമ്മേ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഇല്ലാതാക്കും ഞാൻ. നിന്റെയൊക്കെ മുൻപിൽ ഈ രമാദേവി തോറ്റു തരുമെന്ന് വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. രമാദേവിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവൾ LLB കംപ്ലീറ്റ് ചെയ്യില്ല. അല്ല മഹി, നിന്റെ അച്ഛൻ ജയരാമൻ ഇതെന്ത് ഉദ്ദേശിച്ചാണ് തിരിച്ചിരിക്കുന്നത്? ഇയാളെന്താ വേലക്കാരികളെ മുഴുവൻ ദത്തെടുത്ത് അസോസിയേഷൻ ഉണ്ടാക്കുന്നു? നീ ഒട്ടും മോശമൊന്നുമല്ല. 10 ഗുണം 10 ഗുണം.